കളമശ്ശേരിയിൽ തെരുവ് നായയുടെ ആക്രമണം 10ഓളം പേർക്ക് പരിക്കേറ്റു. കളമശ്ശേരി നഗരസഭയിലെ ഗ്ലാസ് കോളനി, ചക്കയാടം, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡ്, സുന്ദരഗിരി, കുടിലിൽ റോഡ് എന്നീ ഭാഗങ്ങളിലാണ് ഇന്നലെയും ഇന്നുമായി തെരുവ് നായയുടെ ആക്രമണമുണ്ടായത്. ഗ്ലാസ് കോളനി EMS റോഡിൽ വെച്ചാണ് ഇതര സംസ്ഥാനക്കാരുടെ മകനായ 2.5 വയസ്സുകാരൻ ഉൾപ്പെടെ 5 പേർക്ക് കടിയേറ്റത്. വീടിന് മുന്നിലെ റോഡിൽ നിൽക്കുമ്പോഴായിരുന്നു ചക്കയാടത്ത് 7 വയസ്സുകാരിക്ക് നായയുടെ കടിയേറ്റത്. ഗ്ലാസ് കോളനിക്ക് സമീപം കടയുടെ മുന്നിൽ നിന്ന ഒരാൾക്കും കടിയേറ്റു. കടിയേറ്റവർ കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും സമീപത്തെ സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടി. ഇതിനിടെ ഇന്നലെ രാത്രി ചത്ത നിലയിൽ കണ്ട നായയെ നാട്ടുകാർ കുഴിച്ചുമൂടിയിരുന്നു. അത് നമ്മുടെ വാർഡുകളിൽ കളമശ്ശേരി നഗരസഭയിൽ തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ചക്കയാടം, ഗ്ലാസ് കോളനി ഭാഗം, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് എന്നീ മേഖലകളിലാണ് ഈ പട്ടികളുടെ ആക്രമണം കൂടുതലായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചക്കയാടത്ത് 7 വയസ്സുകാരി, അതിന് കൂടാണ്ട് അതിഥി തൊഴിലാളികൾ, നാട്ടുകാർ, അങ്ങനെയായിട്ട് ഒത്തിരി പേരെ 5 പേരോളം എൻ്റെ വാർഡിൽ നിന്നും, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നും, ഗ്ലാസ് കോളനിയിൽ നിന്നും, സുന്ദരഗിരി ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതിൽ മെഡിക്കൽ കോളേജിൽ 3 പേരുണ്ട്. മഞ്ഞുമൽ ഹോസ്പിറ്റലിൽ, സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലും ആക്രമണത്തിന് ഇരയായിട്ടുള്ളവർ അവിടെ ചികിത്സ തേടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇന്നലെ ചക്കയാടത്ത് ഒരു പട്ടി ഇതേപോലെ ചത്ത കിടന്നിട്ട് അതിനെ കുഴിച്ചു മൂടി. ഇന്ന് ഗ്ലാസ് കോളനിയിൽ കൊണ്ടുപോയതിനെ ഇന്ന് അതിൻ്റെ റിപ്പോർട്ട് അറിയുന്നതിന് വേണ്ടി, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് കൂടുതൽ ഭാഗങ്ങളിൽ ഈ തെരുവ് നായ്ക്കൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ നഗരസഭയും വെറ്റിനറി ഡോക്ടറും കൂടി ആലോചിച്ചിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് വെച്ചത് കൂടാണ്ട് പൈ നായ്ക്കളെ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ അതിന് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. കൂടാതെ ചക്കയാടം ഭാഗത്ത് കുറുനരി ശല്യം കൂടുതലാണ്. എവിടെയോ എങ്ങനെയോ വന്നെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒത്തിരി കുറുനരികൾ അവിടെ പാടത്ത് അലഞ്ഞു തിരിയുന്നതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ സഹിതം എൻ്റെ അടുത്തുണ്ട്. അതിന് ഒരു നടപടി എത്രയും പെട്ടെന്ന്, കമ്പനി കാർഡുകളിൽ നിന്നാണ് ഇത് രാത്രി കാലങ്ങളിൽ ഇറങ്ങി വരുന്നതായിട്ട് അറിയാൻ സാധിച്ചത്. ഇതിന് ഒരു നടപടി എത്രയും പെട്ടെന്ന് വേണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. പരിക്ക് ആഴത്തിലുള്ള മുറിവുകളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിട്ടുള്ളത്. മിക്കവരും കാലിനും കടിച്ചിട്ട് ഓടണേണ്. ഈ പേ നായ്ക്കൾക്ക് വെള്ളം ഒലിപ്പിച്ച് മറ്റ് നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ട്. ഇനിയും ഈ നായ്ക്കളെ ആക്രമിച്ച് ഏതൊക്കെ നായ്ക്കളെ ആക്രമിച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും അടുത്ത ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും ഇവരുടെ പേ ഇളങ്ങുന്നതനുസരിച്ചിട്ട്. 2.5 വയസ്സുകാരൻ ഉൾപ്പെടെ കടിച്ചിട്ടുണ്ടെന്ന്. അതെ, 2.5 വയസ്സുകാരൻ ഉൾപ്പെടെ കടിച്ചേക്കുന്നത്. 7 വയസ്സുള്ള കുട്ടി എൻ്റെ ഭാഗത്തു നിന്നാണ്. 2.5 വയസ്സുള്ള കുട്ടി ഗ്ലാസ് കോളനി ഭാഗത്തു നിന്നാണ് കടിച്ചേക്കുന്നത്. പിന്നെ നടന്നു പോകുന്ന വ്യക്തികളേക്ക്, അത് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആദ്യ തൊഴിലാളികൾ വരെയും കടിച്ചതായിട്ടാണ് അറിവ് സാധിച്ചേക്കുന്നത്. ഇനി എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നടപടി എല്ലാ ഭാഗത്തു നിന്നും, എല്ലാ കൗൺസിലേഴ്സും ഇതിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ വാർഡിലെ കൗൺസിലേഴ്സും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കും. കളമശ്ശേരി നഗരസഭ പ്രദേശത്ത് ഇപ്പോൾ നായ്ക്കളുടെ ശല്യം കൂടുതലാണ്. തെരുവ് നായ്ക്കളുടെ ശല്യം കൂടുതലാണെന്നുള്ളത് ഒരു 6 മാസം മുമ്പ് കൗൺസിലിൽ ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ വരുമ്പോഴാണ് ഇവരൊക്കെ ഇത് ശ്രദ്ധിക്കുന്നത്. അപകടം വന്നില്ലേ ഇതിനൊന്നും. ഇപ്പോൾ നമുക്കറിയാം, 2 ആഴ്ച മുമ്പ് ആലുവയിലുണ്ടായ സംഭവം. ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്ത് കടിയേറ്റ ഒരു യുവാവ് വരെ മരണപ്പെട്ടു. നമുക്കറിയാം അതിന് പേശല്യം ഉണ്ടായെന്നുള്ള റിപ്പോർട്ടും വന്നു. ഇപ്പോൾ കളമശ്ശേരി നഗരസഭ അതിർത്തിയിൽ ഇപ്പോൾ 4-5 വാർഡുകളിൽ ഒരു 12 പേർക്കോളം കടിയേറ്റിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്, റിനൈ മെഡിസിറ്റിയിൽ പോയിട്ടുണ്ട്, മഞ്ഞുമൽ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. ഇത് നായ്ക്കളെ വളർത്തുന്നത് തന്നെ നമ്മുടെ ഇവിടുത്തെ സമൂഹത്തിലെ ജനങ്ങൾ തന്നെയാണ്. ഫുഡ് വേസ്റ്റ് റോട്ടിൽ കൊണ്ടുവന്ന് തള്ളുകയും നഗരസഭയായിട്ട് സഹകരിക്കാതെ പോകുന്ന സ്ഥിതിയാണ്. പക്ഷേ ഈ സ്ഥിതി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ തെരുവായ ശല്യം കൂടും. നമ്മുടെ പ്രദേശത്തുള്ള ഒരുപാട് എന്താ പറയുക, ആവശ്യമില്ലാത്ത സംഭവങ്ങളെല്ലാം ഉണ്ടാവും. ഇതെല്ലാം നമ്മുടെ നഗരസഭ അതിർത്തിയിലുള്ള പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് സർക്കാരിൽ നിന്ന് ആനുകൂല്യം മേടിച്ച് പരിഹാരം കൊടുക്കുന്ന അതല്ല, അപകടം വരാതെ നമ്മൾ ശ്രദ്ധിക്കുക. റോഡ് സൈഡിൽ ഇപ്പോൾ കിറ്റുകളും വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്നിടുന്നത് ഇൻഡസ്ട്രിയൽ പ്രദേശത്ത് ഇവിടെ കമ്പനിയിലെ തൊഴിലാളികൾ അവരുടെ വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് തള്ളുന്ന പ്രദേശം ഇപ്പോൾ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നഗരസഭ അതിർത്തികൾ ക്ലിയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരുപാട് കമ്പനിക്കാരെല്ലാം സഹകരിക്കുക. എന്തെങ്കിലും അടിയന്തരമായിട്ട് നഗരസഭ അടിയന്തരമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ടില്ല. നഗരസഭ അടിയന്തരമായിട്ട് തീരുമാനം എടുക്കണമെങ്കിൽ ഓൾറെഡി പരാതി കൊടുക്കാനാണ് പറയുന്നത്. സർക്കാർ തലത്തിൽ പരാതി കൊടുത്തിട്ട് ആ ഹോസ്പിറ്റൽ ചികിത്സയുടെ പേപ്പറൊക്കെ വെച്ച് ഇവർക്ക് നഷ്ടപരിഹാരം മേടിച്ച് കൊടുക്കാമെന്നാണ്.
നഷ്ടപരിഹാരം മേടിച്ചു കൊടുക്കലല്ലോ നഗരസഭയ്ക്ക് ഇത്. നമുക്ക് ഇത് തെരുവ് നായ ശല്യം കുറക്കുക, അതാണ് നഗരസഭ ചെയ്യേണ്ടത്. ഇപ്പോൾ ആ പട്ടി കടിച്ചത് ആ പെൺകുട്ടീനെ എന്ന് പറഞ്ഞാൽ ശരിക്കും വാക്കത്തേക്ക് വിട്ടൂലേ, അത് ആ രീതിയിലാണ് ആ കൊച്ചിനെ കടിച്ചത്. പക്ഷേ ഒറ്റിപ്പോൾ മഞ്ഞ ഹോസ്പിറ്റലാണ്. ഇപ്പോൾ ഒരു 7 വയസ്സിൽ പ്രായമുള്ളൂ, ചെറിയ പെൺകുട്ടിയാണ്. വീടിൻ്റെ വാതിൽ വീട്ടിൽ കയറി കടിച്ചേക്കണം. അപ്പോൾ അതിൻ്റെ പ്രതികരണമായിട്ട് നമുക്ക് ഇതിന് എന്തെങ്കിലും പ്രതികരണം ഇല്ലെങ്കിൽ നമുക്കൊരു ജനങ്ങളെ തന്നെ ഇതിന് മുന്നോട്ട് ഇറങ്ങേണ്ടി വരും. ഇപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ അരഞ്ഞുള്ളിൽ ബഡിയും ഇതായിട്ട് നിൽക്കുന്നത്. ഏത് നിമിഷം വന്നാലും നമുക്ക് ആക്രമിച്ചാലും നമുക്ക് തല്ലാനായിട്ടൊരു പ്രതികരണമാണ് നിൽക്കണം. വേറെ ആരെല്ലാം കടിച്ചല്ലോ? വേറെ ആളുടെ പേര് ഒരു തമിഴനെ കടിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ വാടക താമസിക്കണം. ആ കൊച്ചിനെ കടിച്ചിട്ടുണ്ട്. ആ ചേട്ടൻ കടിച്ചിട്ട് ആ ചേട്ടൻ ഇപ്പോൾ 2 ഇഞ്ചക്ഷൻ കഴിച്ചു. ഇപ്പോൾ ഇനി വൈകിട്ട് 1 ഇഞ്ചക്ഷൻ കൂടെ എടുക്കണം. പിന്നെ അത് അങ്ങാട് പോയിട്ടുണ്ട്, 2-ാം വാർഡിൽ അങ്ങാട് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഒറ്റ ഹോസ്പിറ്റലാണ് ഇപ്പോൾ. ഇത് ചക്കയാടം 42-ാം വാർഡ്. എൻ്റെ പേര് അനിൽ. ഇന്നുച്ചയ്ക്കും മറ്റൊരു നായയെ ചത്ത നിലയിൽ കണ്ടതോടെ നാട്ടുകാർ വിവരമറിയിച്ചതനുസരിച്ച് ബന്ധപ്പെട്ട ജീവനക്കാരെത്തി തൃശൂർ വെറ്റിനറി കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. തിങ്കളാഴ്ച പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. സാമൂഹ്യ വിരുദ്ധർ റോഡ് വശങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതും തെരുവുനായ ശല്യം വർദ്ധിക്കാൻ കാരണമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. നാട്ടുകാർ വലിയ വടി ഉൾപ്പെടെയായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. നാളുകൾക്ക് മുമ്പ് തന്നെ നഗരസഭയിൽ തെരുവുനായ ശല്യത്തെക്കുറിച്ച് പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നും യാതൊരുവിധ നടപടികളും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കളമശ്ശേരി.